ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പഞ്ചാബി ഡിഷാണ്, ചോളെ ഭട്ടൂറ. പലരും കേട്ടിട്ടുണ്ടാവും, ഇപ്പം കേരളത്തിലും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. ഡൽഹിയിലൊക്കെ സ്ട്രീറ്റ് ഫുഡായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിലും വളരെ സുന്ദരമായി പെട്ടെന്ന് അനായാസമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഡിന്നറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട്. സ്ട്രീറ്റിലൊക്കെ പോയി എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. പേര് കേട്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചോളെ ഭട്ടൂറ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഭട്ടൂറയുടെ മാവ് റെഡിയാക്കണം. 3 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 കപ്പ് മൈദ അതിങ്ങനെ ഒരു ഹോളാക്കി വെക്കുക. ആ ഹോളിലേക്ക് ആദ്യം നമുക്ക് ഒരു 2 സ്പൂൺ തൈര്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് പിന്നെ എന്ത് ചെയ്യണം, ഒരു 2-2.5 സ്പൂൺ എണ്ണ. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആ ഇട്ട സംഗതികളെല്ലാം എന്തൊക്കെയായിരുന്നു അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുഴക്കാൻ വേണ്ടത് ഇളം ചൂടുവെള്ളമാണ്. ഞാനിവിടെ ഇളം ചൂടുവെള്ളം എടുത്തിട്ടാണ് ഇതിപ്പോൾ കുഴക്കാൻ പോകുന്നത്. അപ്പം 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ നമ്മൾ നടുവിലാക്കിയിട്ടില്ല, അതെല്ലാം ഒന്ന് മിക്സ് ആക്കട്ടെ. ഇത് നല്ല കുഴക്കമെന്ന് പറഞ്ഞാൽ എന്തെന്നാൽ നമ്മുടെ ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന അതേ ഇതിലായിരിക്കണം മാവ്. ആ ഒരു കൺസിസ്റ്റൻസി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 1 കപ്പ് കൃത്യം ഞാൻ എടുത്തിട്ടുണ്ട്. അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കുറച്ചെടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ തന്നെ. ചപ്പാത്തി എപ്പോഴും കുഴക്കുമ്പോൾ ആദ്യം കുറേ വെള്ളം ഒഴിക്കരുത്. പിന്നെ വെള്ളം അധികമായിപ്പോയാൽ നമുക്ക് പല പ്രശ്നമായിരിക്കും. നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതങ്ങ് താനെ പൊന്തി വന്നോളും ഈ കുഴിച്ചത്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ വെക്കണം, എന്നാലേ ശരിക്കും പൊങ്ങി വരുള്ളൂ. നമുക്ക് നന്നായിട്ട് അത് മൂടി വെക്കാം. ഭട്ടൂറയുടെ മാവ് നമ്മൾ റെഡിയാക്കിയല്ലോ, അതവിടെ കിടക്കട്ടെ. ഒരു 2 മണിക്കൂറിന് ശേഷം ഭട്ടൂറ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചോളെ ഭട്ടൂറ, ചോളെ എന്ന് പറയുന്നത് പേടിക്കൊന്നും വേണ്ട, പേര് കേട്ടിട്ട്. ഇത് നമ്മുടെ വെള്ളക്കടല, വലിയ കടല. ആ കടലയെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. 2-3-4 മണിക്കൂർ ഏതായാലും പുതിർക്കണം. എന്നിട്ട് വേവിച്ച് വെച്ച കടലയാണിത്. ഇനി ഇതിനുള്ള മസാല റെഡിയാക്കണം. അതിനു വേണ്ടി ആദ്യം ഉള്ളി വഴറ്റണം. ചൂടായ എണ്ണയിലേക്ക് ഉള്ളി വഴറ്റുക. ഇതൊരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. വെറും ഉള്ളിയൊന്നും കാണാനും പാടില്ല. ഇതിൻ്റെ മസാല നന്നായി കുറുകിയിരിക്കണം. അതാണ് വലിയൊരു ചോള ഉണ്ടാക്കുന്ന സമയത്ത്, ഈ കടലയുടെ കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മസാല നന്നായിട്ട് കുറുകിയിരിക്കണം, എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ഇത് ഭട്ടൂറക്ക് മാത്രമൊന്നുമല്ല, ഇത് പൂരിക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പൂരി, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാം. വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പം ഉള്ളി വഴറ്റണം. ഉള്ളി നന്നായി അതിൻ്റെ ഒരു പച്ച മണം മാറണം, അത്രയേ ഉള്ളൂ. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. പച്ച കളറ് മാറും. ഈ പച്ച ഒരു മണം ഉണ്ടാവില്ല ഉള്ളിയുടെ, അതൊന്ന് മാറി കിട്ടിയാൽ അതൊന്ന് വാടി കിട്ടുക, അത്രയേ ഉള്ളൂ. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല, കാരണം ഞാൻ ആ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നല്ല ഉപ്പാണ് എനിക്ക് തോന്നിയത്, അത് ടേസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ ഇതിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം ഉപ്പായി പോയ മോശമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിതെല്ലാം ഇപ്പം മിക്സിയിലിട്ട് അരക്കും, എന്നാലേ നല്ല കട്ടിയുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടുള്ളൂ കറിയിൽ നിന്ന്. എല്ലാം നന്നായിട്ടൊന്ന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, പിന്നെ 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായി.
എല്ലാം നല്ല പച്ച മണം മാറി വരുന്നത് വരെ ഒന്ന് വാടും. ഒരു ഗ്ലാസ് മാതിരിയാവില്ലേ ഉള്ളി, ആ ഒരു ഇതിൽ വരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. 2 തക്കാളി ചെറുതായി മുറിച്ചത്, എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. നല്ല പഞ്ചാബി ഡിഷ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇത്. നമ്മുടെ കേരളത്തിലെ ഹോട്ടലിലൊക്കെ കിട്ടുന്നുണ്ട്. ബാംഗ്ലൂരിലൊക്കെ പോയാൽ എന്തായാലും അവിടെയെല്ലാം ഉണ്ടാവും. കേരളത്തിലും ഉണ്ട്. വലിയ വലിയ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ ചോളെ ഭട്ടൂറ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ പൂരി പോലെ ഉണ്ടാവുക, ഭയങ്കര വലിപ്പത്തോട് കൂടി. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് മസാല. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം. മസാല റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം കുറച്ച് വറുത്ത ജീരകപ്പൊടി, പിന്നെ ഈ മസാല ഇതിലേക്ക് ഇടുക. ഇതിൽ ചേർത്തിട്ട് നന്നായി ഇളക്കണം, എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ. ചൂടാണ്, ചൂടോടുകൂടി തന്നെയാണ് ഞാൻ അരച്ചത്. നന്നായി എണ്ണ തെളിയുന്നത് വരെ മസാല. പച്ചച്ചുവയെല്ലാം മാറി. നമ്മൾ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയില്ല, അപ്പോൾ പച്ചച്ചുവയെല്ലാം മാറി നല്ല മസാലയാവും. നന്നായി വഴറ്റിയതിന് ശേഷം, ഇത് മാത്രമാണ് കുറച്ച് സമയം പിടിക്കുന്നത്, ഭട്ടൂരക്ക് അധികം സമയമൊന്നും പിടിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പൂരി മാതിരി കുറച്ചുകൂടെ വലുപ്പത്തിൽ പരത്തണമെന്നേ ഉള്ളൂ. ഇത് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. മസാല നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, എല്ലാം അരച്ചത് കൊണ്ടാണ് ഗ്രേവി ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഇത് ബിഗിനേഴ്സിനെല്ലാം ഒരു കാര്യമുള്ളത്.
അവർക്കെല്ലാം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ചിക്കൻ അങ്ങനെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആവുന്നത്? ചിക്കൻ തിക്ക് ഗ്രേവി ആവണമെങ്കിൽ കുറച്ച് കാജു, അതായത് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടാലും മതി. അല്ലെങ്കിൽ നമ്മുടെ നാടൻ ചിക്കൻ കറി എപ്പോഴും ഒരു ഗ്രേവി കട്ടിയായിരിക്കുമല്ലോ, കാരണം നമ്മൾ തേങ്ങയെല്ലാം വറുത്തരക്കുന്നത് കൊണ്ട്. ഈ മസാലകൾ അരച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കട്ടിയുള്ള ഇത് നമുക്ക് ഈ മിക്സിയിലുള്ള വെള്ളം കൂടി കുറച്ചൊന്ന് മസാലയെല്ലാം കഴുകി അത് ഒഴിക്കാം. ഇളക്കട്ടെ. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷെ അതിന് ഈ ബട്ടൂറയ്ക്ക് അധികം ഗ്രേവിയൊന്നും വേണ്ട കൂട്ടാൻ. അത് ബട്ടൂറയുടെ നമ്മൾ പൂരിക്ക് അധികം കറി വേണ്ടല്ലോ, അതുമാതിരിയാണ് ബട്ടൂര. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ബട്ടൂര, ഹോട്ടൽ ടൈപ്പ്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, നന്നായി ഇളക്കി യോജിപ്പിച്ച് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ചോള റെഡിയായി. ബട്ടൂരയുടെ കറിയായ ചോള ഇവിടെ റെഡിയായിരിക്കുന്നു. ചെറിയ ഉരുളകളെടുത്ത്, തീരെ ചെറുതല്ല, പൂരിനേക്കാളും കുറച്ചും കൂടി വലിയ ഉരുളകളെടുത്ത് കുറച്ച് എണ്ണ തടവിയാൽ നന്നായി തിളങ്ങി കൊടുക്കും. നമ്മൾ പൊടി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അത് പൊടി ഇങ്ങനെ എണ്ണയിലായിട്ട് പിന്നെ ആ എണ്ണ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഉപയോഗിച്ച് പിന്നെ ഒന്നാകുമ്പോഴേക്ക് വെറും വൃത്തികേടാവും എണ്ണ. A few moments later. ഇങ്ങനെ നന്നായി പൊന്തി വരണം. ഇതാണ് ശരിയായ ബട്ടൂറയുടെ. അങ്ങനെ നമ്മുടെ ബട്ടൂറ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോലെ ബട്ടൂറ റെഡി ആയിരിക്കുകയാണ്. ഹോട്ടലെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വലിപ്പമുള്ളതാണ് കിട്ടുക. നമുക്കിവിടെ അത്രയുള്ള കടായി അല്ലേ ഉള്ളൂ. ഈ ചോളെ ബട്ടൂറ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നന്നായി പൊന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ഡിഷാണിത്. ഇതിൻ്റെ സൈഡിലൊരു ഉള്ളിയും പച്ചമുളകെല്ലാം വെച്ച് നല്ലൊരു സലാഡ് പോലെ ആക്കി ഇതിൻ്റെ കൂടെ എല്ലാവരും കഴിക്കണം. എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.